السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ കടങ്ങളും പരിപൂർണമായ നിലയിൽ സലാമത്താക്കി കുടുംബത്തിൽ സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് നിരന്തരമായി കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാരകമായ രോഗങ്ങളെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണ്. അതിൽ ഏറ്റവും മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം. ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് നമ്മുടെ മഹത്തുക്കൾ അതിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കാനും ക്യാൻസർ വരാതിരിക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശിഫായിനും വേണ്ടിയിട്ടുള്ള ആയത്തുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ വേണ്ടി പോകുന്നത്. ആ ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കുന്നതാണ്. മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ, ഈ സൂറത്തിലുള്ള ആയത്തുകൾ നമ്മൾ ഓതുമ്പോ ഒരുപാട് രോഗങ്ങൾ, ക്യാൻസർ എന്ന് മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടെറിഞ്ഞു പോകുന്നത് നമുക്കറിയാം. ഇന്ന് നമ്മുടെ ജീവിതം, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഒരു സഹോദരി നിന്ന് അലറി വിളിച്ചിങ്ങനെ കരയാൻ. കൂടെ നിൽക്കുന്നവരുടെ മക്കളൊക്കെ ചിരിക്കുന്നുണ്ട്. കാര്യം അന്വേഷിച്ചപ്പോ അവരുടെ കരച്ചിൽ കണ്ട സങ്കടം വരും. ആ മക്കളോ നാണക്കേട് കൊണ്ട് ചിരിക്കുക. ഈ കരച്ചിൽ കണ്ടിട്ട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് വയറിന് വേദനയായിട്ട് വന്നതാണ്, വയറുവേദനയായിട്ട് വന്നു. അപ്പൊ ഇന്നത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ക്യാൻസർ ആയി പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഇവര് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം പേടിയാണ്, ഭയങ്കരമായ പേടിയാണ്. ആർക്കാ പേടിയില്ലാത്തത്? എല്ലാവർക്കും പേടിയാണ്. അവരുടെ ജീവനോട് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ ആയത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കൊണ്ടുവരണം. ചില ദിക്റുകളൊക്കെ പതിവാക്കി കൊണ്ടുവരണം. അത് കാരണമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറി ഹൈറായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നിരന്തരമായി ഖുർആൻ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ സൂറത്തുൽ ബഖറ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് അത് കാവലാണെന്ന് ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയായും സൂറത്തുർ റഹ്മാനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, വീട്ടിലേക്ക് നിങ്ങളുടെ കൊണ്ടുവരണേ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ ദിവസവും അത് പാരായണം ചെയ്യാൻ കഴിയുമോ? അല്ലാഹു തആല നിങ്ങളെ എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതാണ്. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്നിരുന്ന മാരകമായ രോഗമാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ക്യാൻസർ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ, ഒരിക്കലും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ അതാ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തോ? ഒരിക്കലും
നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നതല്ല. ഏതാ സൂറത്തെന്നറിയോ? മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസ്. സൂറത്തുൽ ഖസസിലെ 22 മുതൽ 28 വരെയുള്ളതായ ആയത്തുകള് നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ. അല്ലാഹു തആല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയെ കൊണ്ടുവരുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം മുഴുവനും ശമിച്ചു പോകുന്നതാണ്. സൂറത്തുൽ ഫത്ഹ്. ആ സൂറത്തുൽ ഫത്ഹിന്റെ 29ാമത്തെ ആയത്ത് നിങ്ങൾ പതിവാക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ വേറെയൊരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് സൂറത്ത് അലം നശ്റഹ് ലക സദ്റക. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്ന് തുടങ്ങുന്നതായ സൂറത്തുണ്ടല്ലോ. വെറും 8 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്. ഈ സൂറത്ത് നിന്റെ ജീവിതത്തിലേക്ക് പതിവാക്കി കൊണ്ടുവന്നാൽ നിന്റെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കടന്നു വരുന്നതല്ല. ഇനി നിന്റെ കുടുംബത്തിൽ ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടേതായ അടുത്തേക്ക് പോയിട്ട് ഈ പറഞ്ഞ 3 സൂറത്തുകള്, ഈ 3 ആയത്തുകൾ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ ദിവസവും മന്ത്രിച്ചു കൊടുക്കൂ. മരുന്ന് കൊടുക്കുന്നതോടൊപ്പം മന്ത്രവും കൊടുത്തു നോക്കൂ. ആ രോഗം ശഫിയാകുമെന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ നമ്മുടെ പാരായണം ചെയ്യുന്ന ജീവിതത്തിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു തആല മാറ്റി സലാമത്തിലാക്കും. അല്ലാഹു തആല അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങള്, സഹോദരങ്ങള്, നമ്മുടെ കൂടെ ജീവിക്കുന്നവര്, നമ്മളോട് ബന്ധപ്പെടുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, അല്ലാഹുവേ അവർക്ക് ആർക്കും അല്ലാഹുവേ മാരകമായ രോഗം കൊടുത്ത് അല്ലാഹ് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കില്ല റഹ്മാനെ. ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയം അല്ലാഹുവേ കിടന്ന് നരകിച്ച് മരിക്കുന്ന അവസ്ഥയെ തൊട്ടു അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയം ആഫിയത്തോടുകൂടി അല്ലാഹുവേ സ്വന്തമായിട്ട് പോയി ഒളിവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയിലല്ലാതെ അല്ലാഹുവേ ഞങ്ങളെ നീ മൗതാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനെ ഞങ്ങൾക്ക് നീ സകലമാന തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.